ആഗോള വിപണികളെ സംബന്ധിച്ചിട്ടും ആഭ്യന്തര വിപണികളെ സംബന്ധിച്ചിട്ടുമുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് പങ്കുവെക്കുവാനുമായിട്ട് നമ്മളോടൊപ്പം ഇൻഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാർ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് സാർ ആൻഡ് വെൽക്കം ടു ദി ഷോ. മോർണിംഗ് അൻല, മോർണിംഗ് വ്യൂവേഴ്സ്. സർ, ഇന്നലെ യുഎസ് സൂചികളിലേക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഇന്നലെയും ഒരു വളരെ ശക്തമായിട്ടൊരു സെൽ ഓഫ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. ഏകദേശം ഡൗ ജോൺസിനെ സംബന്ധിച്ച് പറയുമ്പോഴേക്കും 650-ലധികം പോയിന്റ്സിൻ്റെ ഒരു ഇടിവിലേക്കാണ് പോയിരിക്കുന്നത്. ഒപ്പം തന്നെ S&P 500ഉം നാസ്ഡാക്കും സമാനമായിട്ടുള്ള ഒരു നെഗറ്റീവ് ടോൺ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഡൗ ജോൺസിനെ സംബന്ധിച്ചിട്ട് ഒരുപക്ഷെ മറ്റ് രണ്ട് ഇൻഡെക്സുകളെക്കാളും ഇടിവിൻ്റെ ഒരു തോത് ഒരല്പം കൂടി ശക്തമായിരുന്നു എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുക. ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കൻ സൂചികകളെ സംബന്ധിച്ചിട്ടുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? അല്ല, നമ്മൾ ഇന്നലത്തെ ഇതേ ഫോർത്തില് സംസാരിക്കുമ്പോൾ ഞാൻ ചൂണ്ടിക്കാണിച്ചത് ഷോർട്ട് ടേം ട്രെൻഡ് ഡൗ ജോൺസിലും ബെയറിഷായി മാറിയിരുന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെ ഇന്നലെ വീണ്ടും അമേരിക്കൻ വിപണിയിൽ സെല്ലിംഗ് പ്രഷർ ഒത്തിരി ഉണ്ടായിരുന്നു. അമേരിക്കൻ മാർക്കറ്റിൽ കാണുന്ന ഒരു വലിയ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ വളരെ മേജർ ഒരു സപ്പോർട്ട് 42,000 പോയിന്റിലാണ് കാണുന്നത്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ ഹൈ ആയിട്ടാണ് കാണുന്നത്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് ടേം ട്രെൻഡ് പോലും ബെയറിഷായി മാറും. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ഒരു അല്പം വ്യത്യാസമായിരുന്നു ഇന്നലെ. എന്തെന്നാൽ ഓപ്പണിംഗ് നിമിഷങ്ങളിൽ നമ്മൾ ഒത്തിരി വീക്ക്നെസ് കണ്ടെങ്കിലും അവസാനം ആകുമ്പോഴേക്കും നമുക്ക് ഷോർട്ട് കവറിംഗ് കാണാൻ സാധിച്ചു. എങ്കിൽ പോലും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരും. അപ്പം ക്രൂഡിലേക്ക് കൂടി വരികയാണെങ്കിൽ ക്രൂഡിനെ സംബന്ധിച്ചിട്ടും ആശ്വാസകരമാകുന്ന നമ്പറുകളൊന്നും തന്നെയല്ല നിലവിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ടിട്ടുള്ള ക്രൂഡ് ഇൻഡെക്സുകളിലൊക്കെ തന്നെ നമുക്കൊരു ഇടിവ് തന്നെയാണ് ഇന്നിപ്പോൾ കാണുന്നത്. അല്പം കൂടി ഇടിവിൻ്റെ തോത് ഒരല്പം കൂടി കൂടുതലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അപേക്ഷിച്ചിട്ട് എന്ന് തന്നെ പറയാം. WTI ക്രൂഡിലേക്ക് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 1% ഇടിവിലേക്കാണ് WTI ക്രൂഡിൻ്റെ ഫ്യൂച്ചേഴ്സ് പോയിരിക്കുന്നത്. ബ്രെന്റിനെ സംബന്ധിച്ചാണെങ്കിലും 0.5% ഇടിവിലേക്കാണ് പോയിരിക്കുന്നത്. ക്രൂഡിൽ ഇനി മുന്നോട്ടേക്കുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? ക്രൂഡിന്റെ കേസിൽ ഓൾറെഡി ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിരുന്നു. ക്രൂഡിൽ നമ്മൾ ഒത്തിരി ആഴ്ചകൾ ശ്രദ്ധിച്ചിരുന്ന ഒരു മേജർ സപ്പോർട്ട് $70 ആയിരുന്നു. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തതോടെ ട്രെൻഡ് കംപ്ലീറ്റ്ലി ബെയറിഷായി മാറി. ആൻഡ് ഇനി ക്രൂഡിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന മേജർ സപ്പോർട്ട് ഏരിയ $66. കറന്റ് ലെവൽസിൽ നമ്മൾ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി. ഗോൾഡിലേക്ക് കൂടി വരികയാണ് എന്നുണ്ടെങ്കിൽ ഗോൾഡിനെ സംബന്ധിച്ചിട്ട് നിലവിൽ ഒരു ഫ്ലാറ്റ് ടു ലോ ടോണിലാണ് ഇപ്പോൾ ട്രേഡിംഗ് മുന്നോട്ടേക്ക് പോകുന്നത്. 0.37% ഇടിവിൽ ട്രോയ് ഔൺസിന് 2,905.86 എന്നൊരു നിലയിലാണ് ഇന്നിപ്പോൾ ട്രേഡിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വീണ്ടും 2,900 എന്നൊരു മാർക്ക് റീക്ലെയിം ചെയ്യാനായിട്ട് ഇന്നത്തെ ഒരു ഇൻട്രാഡേയിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ഏർലി അവേഴ്സിലുള്ള ഇൻട്രാഡേയിൽ ഗോൾഡിന് സാധിച്ചിട്ടുണ്ട്. ഗോൾഡിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? സ്വർണത്തിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. അറ്റ് ദ മൊമെന്റ് നമുക്ക് സ്വർണത്തിലെ വീക്ക്നെസ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. സ്വർണത്തിന്റെ നിലവിലുള്ള ഓൾ ടൈം ഹൈ $2,974. അത് തന്നെയായിരിക്കും മുന്നേറുന്ന സമയത്ത് റെസിസ്റ്റൻസ് ആയിട്ട് വരാൻ പോകുന്നത്. ആഭ്യന്തര വിപണിയിലേക്ക് വരുമ്പോഴേക്കും ഇന്നലെയും ആഭ്യന്തര വിപണിയിൽ ഒരു വോളറ്റൈലായിട്ടൊരു സെഷൻ ആയിരുന്നു സാക്ഷ്യം വഹിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാലും 22,000 എന്നൊരു ലെവൽ സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് ഇൻഡെക്സിന് സാധിച്ചിട്ടുണ്ട്. വളരെ ഫ്ലാറ്റ് ആയിട്ട് ഏകദേശം ഒരു 36ഓളം പോയിന്റ്സിന്റെ ഇടിവിൽ 22,082.65 എന്നൊരു നിലയിലാണ് ഇന്ന് നിഫ്റ്റി 50 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി 50യിലുള്ള താങ്കളുടെ മുന്നോട്ടേക്കുള്ള ഒരു വിലയിരുത്തൽ എന്താണ്? നിഫ്റ്റി 50യുടെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. എങ്കിലും വളരെ ഓവർസോൾഡ് ഒരു സ്റ്റേജിലോട്ട് നിഫ്റ്റി 50 മാറിയിരിക്കുന്ന. അതിനെ തുടർന്ന് നമുക്ക് ഷോർട്ട് ടേമിൽ ഒരു ഷോർട്ട് കവറിംഗ് എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെ ഒരു ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ 22,400, 22,800, 23,000 പോയിന്റ് ഇത് മൂന്നുമായിരിക്കും മേജർ റെസിസ്റ്റൻസ് ആയിട്ട് നിഫ്റ്റി 50 ഫേസ് ചെയ്യാൻ പോകുന്നത്. ഒപ്പം തന്നെ നിഫ്റ്റി ബാങ്കിലേക്ക് കൂടി വരികയാണ്. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിട്ട് നോക്കുമ്പോഴേക്കും ഒരുപക്ഷെ ബെഞ്ച്മാർക്ക് ഇൻഡെക്സിനെ കമ്പയർ ചെയ്യുമ്പോഴേക്കും നിഫ്റ്റി ബാങ്കിൽ ഒരു ഔട്ട് പെർഫോമൻസ് നടത്താൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും HDFC ബാങ്ക്, ICICI ബാങ്ക്, ഒപ്പം SBI തുടങ്ങിയ ഓഹരികളിൽ ഉണ്ടായിട്ടുള്ള വളരെ ശക്തമായിട്ടൊരു ബൈയിങ് ഒരു പോസിറ്റീവ് ടോണിൽ ക്ലോസ് ചെയ്യാനായിട്ട് നിഫ്റ്റി ബാങ്കിനെ സഹായിച്ചിട്ടുണ്ട്. നിഫ്റ്റി ബാങ്കിലുള്ള ഈ ഒരു മൂവ്മെന്റിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അൺഫോർച്ചുനേറ്റ്ലി നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലും ട്രെൻഡുകളൊക്കെ ബെയറിഷായി തന്നെ തുടരുന്നു. നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ നടന്നു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല.
നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 47,600 പോയിന്റ്, മേജർ റെസിസ്റ്റൻസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത് 49,400 പോയിന്റ്. 49,400 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ പോകുന്നുള്ളൂ. യെസ്, അതിനോടൊപ്പം തന്നെ ഇന്നലെ ബെഞ്ച്മാർക്ക് ഇൻഡെക്സുകളെക്കാൾ ഉപരി ഒരുപക്ഷെ വളരെ വ്യക്തമായിട്ടൊരു ട്രേഡിംഗ് ആക്ടിവിറ്റി നടന്നിരുന്ന ഒരു സെക്ടർ എന്ന് പറയുന്നത് ബ്രോഡർ മാർക്കറ്റായിരുന്നു. പ്രത്യേകിച്ചും ബ്രോഡർ മാർക്കറ്റിലെ റെയിൽവേ, ഡിഫൻസ് പോലെയുള്ള ഓഹരികൾ പരിശോധിക്കൽ വളരെ ശക്തമായിട്ടൊരു ബൈങ് ആഴ്ചകൾക്ക് ശേഷം, ഒരു ജനറലായിട്ട് പറയുമെങ്കിൽ ആഴ്ചകൾക്ക് ശേഷം അത്തരത്തിലൊരു മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ബ്രോഡർ മാർക്കറ്റിലെ മിഡ് ക്യാപ്പിൻ്റെ കേസ് തന്നെ എടുക്കുകയാണെങ്കിൽ തുടക്കത്തിൽ വലിയൊരു ഇടിവിലായിരുന്നു ആരംഭിച്ചത് എങ്കിൽ പോലും ഒരു പരിധി വരെ ആ ലോസ് റിക്ലെയിം ചെയ്യാൻ, ലോസ് റിട്രൈവ് ചെയ്യാനും അതിനുശേഷം ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് ടോണിൽ ക്ലോസ് ചെയ്യാനും മിഡ് ക്യാപ്പ് ഇൻഡെക്സിന് സാധിച്ചിട്ടുണ്ട്. അതിനൊരു പ്രധാന പങ്ക് വഹിച്ചിരിക്കുന്നത് ഡിഫൻസ് ഓഹരികൾ തന്നെയാണ്. ഡിഫൻസ് ഓഹരികളിലുള്ള ഈ ഒരു മൂവ്മെന്റിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നമ്മൾ ഡിഫൻസ് സ്റ്റോക്സ് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ചില സ്പെസിഫിക് സ്റ്റോക്സ് നോക്കുകയാണെങ്കിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. കഴിഞ്ഞ 2 ദിവസം കണ്ടിരിക്കുന്ന റിക്കവറി നമുക്ക് ഷോർട്ട് കവറിംഗ് ആയിട്ടേ വിലയിരുത്താൻ സാധിക്കത്തുള്ളൂ. ബട്ട് ഈ ഒരു ഷോർട്ട് കവറിംഗ് ഇന്നും തുടരാൻ ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. നമ്മൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിന്റെ കേസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 3,400, 3,500, 3,600. നമ്മൾ ഭാരത് ഡൈനാമിക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും അതിന്റെ കേസിൽ നമുക്ക് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ആൻഡ് ഈ ഒരു കേസിൽ നമുക്ക് കാണാവുന്ന മേജർ റെസിസ്റ്റൻസ് 1,100, 1,120, 1,140. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസ് എടുക്കുമ്പോഴേക്കും കൊച്ചിൻ ഷിപ്പ്യാർഡിലും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി തുടരുന്നു. ബട്ട് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ 1,180 രൂപയിൽ വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ബേസ് ഫോം ആയിട്ടുണ്ട്. നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ കാണണമെങ്കിൽ 1,440 രൂപയുടെ റെസിസ്റ്റൻസ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ബ്രേക്ക് ചെയ്യണം. ഒപ്പം റെയിൽവേ ഓഹരികളിലും സമാനമായിട്ടൊരു മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. റെയിൽവേ ഓഹരികളിലുള്ള താങ്കളുടെ ഒരു ഓവറോൾ വ്യൂ എന്താണ്? ഒപ്പം തന്നെ ഈ ഓഹരികളിൽ അല്ലെങ്കിൽ ഈ ഒരു സെക്ടറിൽ താങ്കളുടെ ഫോക്കസിലുള്ള ഏതെങ്കിലും ഓഹരികളുണ്ടോ? റെയിൽവേ സ്റ്റോക്സ് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എവറി സ്റ്റോക്ക് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഒന്നിലും ഇപ്പൊ ബയ്യിങ് അവസരങ്ങൾ കാണാൻ സാധിക്കുന്നില്ല. ബട്ട് ഓവറോൾ മാർക്കറ്റിൽ നമ്മൾ ആ ഒരു ഓവർ സോൾഡ് റീഡിങ്ങിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ റെയിൽവേ ഓഹരിയിലും നമുക്ക് കാണാൻ സാധിക്കുന്ന ഓവർ സോൾഡ് റീഡിങ്. അതുകൊണ്ട് തന്നെ ഷോർട്ട് കവറിങ്ങിനുള്ള സാധ്യത വളരെ ഹൈ ആയിട്ട് കാണുന്നത്. ഇന്ത്യൻ IRCTC കേസ് എടുക്കുമ്പോഴേക്കും ഷോർട്ട് കവറിങ് നടക്കുന്ന സമയത്ത് 700, 720, 740 ഇത് മൂന്നുമായിരിക്കും മേജർ റെസിസ്റ്റൻസ്. IRFCയുടെ കേസ് എടുക്കുമ്പോഴേക്കും ഷോർട്ട് കവറിംഗ് നടക്കുന്ന സമയത്ത് 120, 125, 130. റെയിൽ ടെല്ലിന്റെ കേസ് എടുക്കുമ്പോഴേക്കും മേജർ റെസിസ്റ്റൻസ് കാണുന്നത് 300, 320 രൂപയിലും. സാർ, അതിനോടൊപ്പം തന്നെ RVNL ഉള്ള താങ്കളുടെ ഒരു വ്യൂ കൂടി പങ്കുവയ്ക്കാമോ? RVNL നെ ഇന്നലത്തെ ഒരു ക്ലോസിംഗ് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് നോട്ടിൽ ക്ലോസ് ചെയ്യാനായിട്ട് RVNL ഓഹരികൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. 0.79% നേട്ടത്തിൽ. RVNL ഉള്ള താങ്കളുടെ ഒരു ടേക്ക് കൂടി പങ്കുവയ്ക്കാമോ? RVNLന്റെ കേസിലും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി തുടരുന്നു. ഈ ഒരു കേസിൽ ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ ആദ്യം തന്നെ 380, അതിനുശേഷം 420 രൂപയുടെ റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യണം. അറ്റ് ദിസ് പോയിന്റ് ആ 2 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവായിട്ട് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഡിഫൻസിൽ നിന്ന് തന്നെയുള്ള BELുമായിട്ട് ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു ടേക്ക് കൂടിയാണ് ചോദിക്കുന്നത്. ഒരു പക്ഷേ BELനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു നെഗറ്റീവ് ടോണിൽ നിന്നിരുന്നതിന് ശേഷം ഇന്നലെ വളരെ ശക്തമായിട്ടൊരു ബൗൺസ് ബാക്ക് ആയിരുന്നു BEL ഓഹരികൾ കാണാൻ സാധിച്ചിരുന്നത്. ഏകദേശം 2.5% മുകളിൽ ഒരു നേട്ടം നൽകിക്കൊണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് BEL ഓഹരികൾക്ക് അഥവാ ഭാരത് ഇലക്ട്രോണിക്സിന് സാധിച്ചിട്ടുണ്ട്. ഭാരത് ഇലക്ട്രോണിക്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? BELന്റെ കേസിലും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിലും നമുക്ക് ശക്തമായിട്ടൊരു ഷോർട്ട് കവറിംഗ് കാണാൻ സാധിച്ചിരുന്നു. BELന്റെ കേസിലും മേജർ റെസിസ്റ്റൻസ് 275, 285, 295. 295ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രം ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും.
സർ അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു പക്ഷേ ന്യൂസിൽ ശ്രദ്ധ നേടിയ ഒരു ഓഹരിയായിരുന്നു പേടിഎമ്മിനെ സംബന്ധിച്ചിട്ട് പലതരത്തിലുള്ള ആരോപണങ്ങളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പേടിഎമ്മിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? പേടിഎമ്മിന്റെ കേസിൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷും ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ടാണ് കാണുന്നത്. നമ്മുടെ കൈവശം ഈ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ 675 സപ്പോർട്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ വീണ്ടും ഈ സ്റ്റോക്കിൽ വലിയ സെല്ലിംഗ് പ്രഷർ വരും. ഈ സ്റ്റോക്കിൽ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കുമെങ്കിൽ 840 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യും. അതിനോടൊപ്പം തന്നെ വലിയ തോതിൽ ഒരു പക്ഷേ 2025 ആരംഭിച്ചതിന് ശേഷം വലിയ തോതിൽ സെൽ ഓഫ് നേരിട്ട ഒരു ഓഹരിയായിരുന്നു കല്യാൺ ജ്വല്ലേഴ്സിൻ്റേത്. എന്നാൽ കല്യാൺ ജ്വല്ലേഴ്സിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ പരിശോധിക്കുമ്പോൾ വളരെ ശക്തമായിട്ടുള്ളൊരു ബൗൺസ് ബാക്ക് നടത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഏകദേശം 4.35% ഒരു നേട്ടം നൽകിക്കൊണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് കല്യാൺ ജ്വല്ലേഴ്സിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. ആ ദിവസങ്ങൾക്ക് ശേഷമാണ് അത്തരത്തിലൊരു ബൈങ് ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. കല്യാൺ ജ്വല്ലേഴ്സിലുള്ള ഈ ഒരു അപ്സൈഡ് മൂവ്മെന്റിനെ താങ്കൾ എങ്ങനെയാണ് ഒരു വിലയിരുത്തുന്നത്? കല്യാൺ ജ്വല്ലേഴ്സിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ കാണാവുന്ന വളരെ മേജർ ഒരു സപ്പോർട്ട് 410 രൂപയിലാണ്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അവിടെ തന്നെയായിരിക്കും നമ്മൾ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ബട്ട് ഇൻ ദ ഷോർട്ട് ടേം നമുക്ക് ഈ ഒരു സ്റ്റോക്കിലും ഷോർട്ട് കവറിംഗ് ഹൈ പോസിബിലിറ്റിയാണ് കാണുന്നത്. ഷോർട്ട് കവറിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 500, 520, 560. സർ അതിനോടൊപ്പം തന്നെ വാരി റിന്യൂവബിൾ എനർജിയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? വാരി എനർജിയുടെ കേസിൽ ലിസ്റ്റിംഗിന് ശേഷം വി ഹാവ് സീൻ കണ്ടിന്യൂസ് സെല്ലിംഗ്. അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ബട്ട് വാരി എനർജിയുടെ കേസിൽ 1990 രൂപയിൽ വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്യുന്നുണ്ട്. ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് പഠിക്കുന്നത് വളരെ ഉപകാരമായിരിക്കും, യൂസ്ഫുൾ ആയിരിക്കും. കാര്യം എന്തെന്നാൽ ഇതിലൊരു ട്രെൻഡ് റിവേഴ്സലിന് ഒരു സാധ്യത കാണുന്നുണ്ട്. ട്രെൻഡ് റിവേഴ്സലിന് വേണ്ടി നമ്മൾ വരും സെഷൻസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 2480 രൂപ. ഒപ്പം NHPCയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? NHPCയെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഇന്നലെ ഒരു പോസിറ്റീവ് ടോണിൽ ക്ലോസ് ചെയ്യാനായിട്ട് ഓഹരികൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഒരു 52 വീക്ക് ലോയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു 71 രൂപ എന്ന നിലയിൽ. ഇന്നലെ ഒരു 0.5% മുകളിൽ ഒരു നേട്ടമാണ് നിലനിർത്തിയിരിക്കുന്നത്. NHPC ലിമിറ്റഡിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? NHPCയുടെ കേസിൽ മേജർ ഒരു സപ്പോർട്ട് ബേസ് ഫോം ആയിരിക്കുന്നത് 70 രൂപയിലാണ്. ആൻഡ് കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു സപ്പോർട്ട് തന്നെ ആയിരിക്കണം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ഈ ഒരു സ്റ്റോക്കിലെ ട്രെൻഡ് റിവേഴ്സലിനും നമുക്ക് ഒരു നല്ല പോസിബിലിറ്റി കാണുന്നുണ്ട്. നമ്മൾ വരും സെഷൻസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 80 രൂപ. 80ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത റെസിസ്റ്റൻസ് 85ഉം അതിനുശേഷം 95ലും ആയിരിക്കും. അപ്പോൾ തന്നെ ബർജർ പെയിൻസുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്നലെ ഈ ഒരു പെയിന്റ് സെഗ്മെന്റ് പൊതുവെ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ മിക്സഡ് ആയിട്ടൊരു പെർഫോമൻസ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. എന്നാൽ പല ഓഹരികളിലും നമുക്ക് വളരെ ശക്തമായിട്ട് ഇപ്പോൾ ഏഷ്യൻ പെയിൻറ്റ്സ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പല ഓഹരികളിലും വളരെ ശക്തമായിട്ടുള്ള ഒരു ബൈങ് കടന്നു വന്നതായിട്ട് കാണാം. എന്നാൽ ബർജർ പെയിൻറ്റ്സിലും ഏഷ്യൻ പെയിൻറ്റ്സിലേക്കും പരിശോധിക്കുമ്പോഴേക്കും 1.5% ഒരു ഇടിവിലേക്കാണ് പോയിരിക്കുന്നത്. ബർജർ പെയിൻറ്റ്സിൽ 1.44% ഇടിവും. ബർജർ പെയിൻറ്റ്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ബർജർ പെയിൻറ്റ്സിലെ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ട് കാണുന്നത്. ഈ സ്റ്റോക്ക് ഈ വർഷത്തിന്റെ സ്റ്റാർട്ടിങ് മുതൽ തന്നെ നമുക്കൊരു ഗ്രാജുവൽ റിക്കവറി കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിൽ നമ്മൾ ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ മേജർ റെസിസ്റ്റൻസ് 530 രൂപ. 530ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. ഇന്നലെ ഇതേ ഫോർത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഓഹരിയായിരുന്നു ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്നത്. ടാറ്റ മോട്ടോഴ്സിൽ താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻ അനുസരിച്ചൊരു ഷോർട്ട് കവറിംഗ് റാലിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നായിരുന്നു നമ്മൾ പങ്കുവെച്ചത്. എന്നാൽ ഇന്നലത്തെ ഒരു കേസ് പരിശോധിക്കുമ്പോഴേക്കും ഇന്നലെ ഒരു ഫ്ലാറ്റ് ടു ലോ ടോണിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ടാറ്റ മോട്ടോഴ്സിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ടാറ്റ മോട്ടോഴ്സിലെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ബട്ട് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു സ്റ്റോക്കിലും ഷോർട്ട് കവറിംഗ് ഒരു പോസിബിലിറ്റി വളരെ ഹൈ ആയിട്ടാണ് കാണുന്നത്. വരും സെഷൻസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽസ് 660, 685, 725.
യെസ്. ഒപ്പം തന്നെ ഈ മറ്റൊരു ഓഹരി എന്ന് പറയുന്നത് ഗെയിലാണ്. ഗെയിൽ ഇന്നലെ ഒരു 52 വീക്ക് ലോയിലേക്ക് എത്തിയ ഒരു ഓഹരി കൂടിയായിരുന്നു ഗെയിൽ. 150.52 എന്ന നിലയിൽ ഏകദേശം അതിന് വളരെ അടുത്ത് നിന്നുകൊണ്ട് 153.5 എന്ന നിലയിൽ ഒരു ഫ്ലാറ്റ് ലോ ടോണിലാണ് ക്ലോസും ചെയ്തിരിക്കുന്നത്. ഗെയിൽ ഓഹരികളിൽ ഇനി മുന്നോട്ടേക്കൊരു ലോങ് ടേം നിക്ഷേപകൻ സ്വീകരിക്കേണ്ട ഒരു നിലപാട് എന്തായിരിക്കണം? അൺഫോർച്ചുനേറ്റ്ലി ഗെയിലിന്റെ കേസിലും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. സോ ഈ ഒരു സ്റ്റോക്കിൽ അറ്റ് ദ മൊമെന്റ് നമുക്ക് ബൈയിങ് അവസരങ്ങൾ കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിൽ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ ആദ്യം തന്നെ 170 അതിനുശേഷം 185 റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യണം. യെസ്. അതിനോടൊപ്പം തന്നെ മറ്റൊരു ഓഹരിയെ സംബന്ധിച്ച് ചോദിക്കാനുള്ളത് എന്ന് പറയുന്നത് CDSL. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. CDSL ഉള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? CDSLന്റെ കേസിലും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയി തന്നെ തുടരുന്നു. ബട്ട് ഈ ഒരു സ്റ്റോക്കിലും ഷോർട്ട് കവറിംഗ് ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. ഷോർട്ട് കവറിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 1200, 1240, 1320. അടുത്തതായിട്ട് എയ്മി ഓർഗാനിക്സുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു ടേക്കാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്നലെ വളരെ ശക്തമായിട്ടൊരു ബൈയിങ് കടന്നു വന്ന ഓഹരി കൂടിയായിരുന്നു എയ്മി ഓർഗാനിക്സ് എന്ന് പറയുന്നത്. ഏകദേശം 6.24% നേട്ടത്തിൽ 2280 രൂപ എന്ന നിലയിലാണ് ക്ലോസ്, 80.5 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എയ്മി ഓർഗാനിക്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? എയ്മി ഓർഗാനിക്സിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷ് ആയി തുടരുന്നു. ഇൻഫാക്ട് കഴിഞ്ഞ 5-6 മാസത്തെ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 50 ഔട്ട് പെർഫോമൻസ് നൽകിക്കൊണ്ടിരിക്കുന്ന സ്മോൾ ക്യാപ് സ്റ്റോക്ക് എയ്മി ഓർഗാനിക്സ്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 2000 രൂപയുടെ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഇതിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണുന്നത് 2400 രൂപ. ഇതൊരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ പുതിയ പൊസിഷൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് സ്റ്റഡി ചെയ്ത് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം ലോങ് പൊസിഷൻസ് കൺസിഡർ ചെയ്യുക. ഒപ്പം കേഫിൻ ടെക്നോളജീസുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യൂ ആണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്നലെ കേഫിനെ സംബന്ധിച്ചിട്ടും ഏകദേശം 1.24% ഒരു നേട്ടം നൽകാനായിട്ട് കേഫിൻ ഓഹരികൾക്കും സാധിച്ചിട്ടുണ്ടായിരുന്നു. കേഫിനിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? കേഫിൻ ടെക്നോളജിയിൽ അൺഫോർച്ചുനേറ്റ്ലി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയി തന്നെ തുടരുന്നു. നമുക്ക് ഈ ഒരു സ്റ്റോക്കിലും ഒരു ബൈയിങ് അവസരം അറ്റ് ദ മൊമെന്റ് കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിന്റെ കേസിൽ നമുക്ക് ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 760 സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. അടുത്തതായിട്ട് ഗ്രീവ്സ് കോട്ടണിലുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഗ്രീവ്സ് കോട്ടനെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഒരു 0.5% ഒരു നേട്ടം രേഖപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. തുടക്കത്തിൽ വളരെ ശക്തമായിട്ടുള്ളൊരു ബൈയിങ് കടന്നു വന്നിരുന്നെങ്കിൽ പോലും പിന്നീട് ആ ഒരു നേട്ടം നിലനിർത്താൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗ്രീവ്സ് കോട്ടണിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഗ്രീവ്സ് കോട്ടന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിന്റെ കേസിൽ 205 രൂപയിൽ വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ബേസ് ഉണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ ഒരു ലെവലിൽ തന്നെ ആയിരിക്കും നമ്മൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. സർ, ഒപ്പം തന്നെ ഇന്നലെ PSU ബാങ്ക് ഓഹരികൾ വളരെ SBN പോലുള്ള PSU ബാങ്ക് ഓഹരികൾ വളരെ ശക്തമായിട്ടൊരു ബൈയിങ് കടന്നു വന്നിട്ടുണ്ടായിരുന്നു. ഇൻഡെക്സിലും അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ കാണാൻ സാധിച്ചിരുന്നു. അതിൽ തന്നെയും കാനറ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം കാനറ ബാങ്കിനെ സംബന്ധിച്ചിട്ട് 3-ാം തീയതി ഒരു വീക്ക് തുടങ്ങിയപ്പോൾ ഒരു 52 വീക്ക് ലോയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്നലത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോഴേക്കും ഒരു 0.5% മുകളിലൊരു നേട്ടം നൽകാനായിട്ട് കാനറ ബാങ്ക് ഓഹരികൾക്ക് സാധിച്ചിട്ടുണ്ട്. കാനറ ബാങ്ക് ഓഹരികളിലുള്ള ഈ ഒരു മൂവ്മെന്റിനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കാനറ ബാങ്കിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയി തുടരുന്നു. നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി അറ്റ് ദ മൊമെന്റ് കാണാൻ സാധിക്കുന്നില്ല. ഇന്നലെ നമ്മൾ കണ്ടിരിക്കുന്ന നേരിയ റിക്കവറി വെറും ഷോർട്ട് കവറിംഗ് ആയിട്ട് വിലയിരുത്താൻ സാധിക്കത്തുള്ളൂ. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 90, 95, 100. അടുത്തതായിട്ട് സൈൻ ലിമിറ്റഡിലുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. സൈൻ ലിമിറ്റഡ് ഇന്നലെയും ഒരു 52 വീക്ക് ലോയിലേക്ക് എത്തിയ കമ്പനിയായിരുന്നു. 1198.8 എന്നൊരു 52 വീക്ക് ലോ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ക്ലോസ് ചെയ്തിരിക്കുന്നത് 1229.75 എന്ന നിലയിൽ 1.5% ഒരു ഇടിവിലാണ്. CN ലിമിറ്റഡിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്?
ബാങ്കിന്റെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1280 സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കുക. ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് ലോങ് പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ റിസ്കി ആയിരിക്കും. സർ, ഒപ്പം തന്നെ റിലയൻസിലുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം റിലയൻസിനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് താങ്കൾ സൂചിപ്പിച്ചിരുന്നത് റിലയൻസിലൊരു അപ്സൈഡ് മൂവ്മെൻറ്റ്, റിലയൻസ് പോലുള്ള ഹെവി വെയ്റ്റ്സിൽ അപ്സൈഡ് മൂവ്മെൻറ്റ് ഉണ്ടായാൽ മാത്രമേ റിലയൻസ് ഒരു നിഫ്റ്റി 50ക്കും ഒരു മുന്നോട്ടേക്കൊരു പെർഫോമൻസ് നടത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ്. എന്നാൽ ഇന്നലെ റിലയൻസിലേക്ക് നോക്കുമ്പോൾ ഇന്നലെ HDFC ബാങ്കിലേക്ക് ഒരു മൂവ്മെൻറ്റ് വന്നപ്പോൾ പോലും 0.5% മിടിവിലാണ് റിലയൻസ് ഓഹരികൾ ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. റിലയൻസിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി റിലയൻസിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഈ ഒരു സ്റ്റോക്കിലെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 1140 സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഇതിൽ ഷോർട്ട് കവറിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 1220, അതിനുശേഷം 1250. 1250 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. അടുത്തതായിട്ട് ഹെൽത്ത് കെയർ ഗ്ലോബൽ എന്റർപ്രൈസസ് ലിമിറ്റഡ് അഥവാ HCGയുടെ ഓഹരികളുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഒരു ഇൻഡെക്സിലുള്ള, പ്രത്യേകിച്ച് ഈ ഒരു ഫാർമ ഇൻഡെക്സിൽ വലിയ തോതിൽ ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ പോലും ഈ ഒരു ഓഹരി 5% മുകളിൽ, HCGയുടെ ഓഹരികൾ 5% മുകളിലുള്ളൊരു നേട്ടം നൽകിക്കൊണ്ട് ക്ലോസ് ചെയ്ത ഒരു സ്മോൾ ക്യാപ്പ് ഓഹരിയാണ്. ഹെൽത്ത് കെയർ ഗ്ലോബൽ എന്റർപ്രൈസുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? HCGയുടെ കേസിൽ ഇത് കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിന് ശേഷം നിഫ്റ്റി 50 ഔട്ട് പെർഫോമൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു സ്റ്റോക്ക് HCG. സോ അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. ബട്ട് ഇത് വീണ്ടും ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആയതുകൊണ്ട് നമ്മൾ ലോങ് പൊസിഷൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യുക. ഈ സ്റ്റോക്കിൽ ഓൾറെഡി നമുക്ക് ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 450, അതിനുശേഷം 438 സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഏതായാലും ഇന്നത്തെ നമ്മുടെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു ടൈം ആയിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചതിന്. ഏതായാലും ഇന്നത്തെ ഈ ഒരു സെഷൻ, മാർക്കറ്റ് പെർസെൻ്റ് ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മാർക്കറ്റ് തീർച്ചയായിട്ടും നിക്ഷേപകരെ ആശങ്കപ്പെടുന്ന തരത്തിലുള്ള ഒരു മൂവ്മെൻ്റ് ആണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ എപ്പോഴും ക്ഷമയോടെയും ഒപ്പം തന്നെ ബുദ്ധിപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നവർക്ക് മാത്രമേ ഈ ഒരു മേഖലയിൽ റിട്ടേൺസ് സമ്പാദിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മാർക്കറ്റിൻ്റെ കൂടുതൽ ഓപ്പണിംഗ് അപ്ഡേറ്റ്സും എക്സ്പെർട്ട് ഒപ്പീനിയനും ഒക്കെ ആയിട്ട് കാണാം. സ്റ്റേ ട്യൂൺഡ്.